ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാവ് വെച്ചുകൊണ്ട് തന്നെ ഒരു 6 തരം വെറൈറ്റി ദോശയാട്ടോ. ഒന്ന് ഗീ ദോശ, ഒണിയൻ ദോശ, മസാല ദോശ, എഗ്ഗ് ദോശ, സ്പൈസി ദോശ, കോൺ ദോശ. ഇനി ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ബൗൾ പച്ചരി എടുക്കുക. അതേ ബൗളിന് ഒരു 1/4 ബൗൾ പുഴുങ്ങലരി, 1/2 ബൗൾ ഉഴുന്ന് കൂടി പോകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദോശ ക്രിസ്പി ആയിട്ട് വരില്ല, ഭയങ്കര സോഫ്റ്റായി പോകും. 1/2 സ്പൂണ് ഉലുവ അതുകൂടെ ചേർത്തിട്ട് ഒരു 6 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാൻ വയ്ക്കുക കേട്ടോ. ഇതാ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് ഒരു 5 or 6 ഐസ് ക്യൂബ് കൂടെ ചേർക്കണേ. മാവ് ചൂടാവാതിരിക്കാനാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവയുടെ അതിൻ്റെയും ചെറിയൊരു തരി ആ ഒരു അളവിൽ വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് അരയ്ക്കണ്ട. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ചോറ് ചേർക്കാൻ വിട്ടുപോയിരുന്നു. ഈ സമയത്ത് ഒരു ബോൾ ചോറ് കൂടെ ചേർത്തിട്ട് അരയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 സ്പൂൺ ചോറ് അത്ര മതിയാവും കേട്ടോ. 1 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതാണ്ടോ ഇതിൻ്റെ തരി, കുഞ്ഞ് ചെറിയ റവയുടെ ഒരു പീസ് പോലെ ഉണ്ടാവും. ഈ ഒരു തരി വേണം കേട്ടോ നമ്മുടെ ദോശയ്ക്ക്. ഇതാ നല്ല പോലെ നമ്മുടെ മാവ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ മാവ്. ഇതാണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറായിരിക്കും നമ്മുടെ ദോശ. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നമ്മുടെ മാവ്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഓരോരോ ദോശയ്ക്കും വേണ്ട ചട്നികൾ തയ്യാറാക്കാം കേട്ടോ. ഇത് സ്പൈസി ദോശയ്ക്ക് വേണ്ട സ്പൈസി തയ്യാറാക്കുകയാണേ. 3 വറ്റൽമുളക്, ഒരു 4 വെളുത്തുള്ളി, 2-3 പീസ് ഇഞ്ചി, ഒരു പഴുത്ത തക്കാളി, കുറച്ച് വലിയ തക്കാളി നോക്കി എടുക്കണേ. 1/4 സ്പൂൺ ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് സ്പൈസി ദോശയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. പിന്നെ ചട്നിക്ക് വേണ്ടത് ചെറിയൊരു മുറി തേങ്ങ, 2 സ്പൂണ് പൊട്ടുകടല, ഒരു 4-5 പച്ചമുളക്. അതിനുശേഷം നമുക്കതൊന്ന് കടുക് താളിച്ചിട്ട് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ചട്നിയും സൈഡ് ഡിഷ് അതും തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മസാല ദോശയ്ക്കുള്ള മസാല കേട്ടോ. മസാല ഞാൻ ഇതിൽ ഇടുന്നില്ല, അതും കൂടി ഇടുമ്പോൾ ഒരുപാട് ലെങ്ത്തായി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാധാ മസാല കേട്ടോ, നമ്മുടെ ചപ്പാത്തിക്കും പുരിക്കൊക്കെ തയ്യാറാക്കില്ലേ ആ മസാല കേട്ടോ. ഞാനിവിടെ കുറച്ച് സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്പൈസി ദോശയ്ക്കുള്ള ഫില്ലിങ് ഇത്. പിന്നെ മുളക് ചമ്മന്തി കേട്ടോ, ചെറിയ ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി, നമ്മുടെ ചട്നി. ഇനി ഓരോരോ ദോശകൾ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നന്നായി ചൂടായതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം തിളച്ചിട്ട് ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം മാത്രം ഇതുപോലെ നൈസായിട്ടൊന്ന് ദോശ പരത്തിയെടുക്കാം. 1 സ്പൂണ് നെയ്യ് കൂടെ ചേർത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഹാഫ് കുക്കാകുമ്പോൾ കുറച്ച് വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ വെച്ച് ഇതുപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകം ആകുമ്പോൾ എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ ദോശ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് നെയ്യും ഉള്ളിയും കൂടെ ചേരുമ്പോൾ നല്ലൊരു മണം കേട്ടോ ഈ ഒരു ദോശയ്ക്ക്. ഇതിന് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല മണം കേട്ടോ. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ദോശ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. കട്ടിക്ക് പരത്തരുത് കേട്ടോ. സിമ്മിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ മൊരിയണം. ഇത് നമ്മുടെ ഗീ റോസ്റ്റാണ്, അതുകൊണ്ട് കുറച്ചധികം നെയ്യ് ഒഴിക്കണം കേട്ടോ. 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ഓരോരോ ഭാഗവും നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ടുപോരും. ആ സമയത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ഗീ റോസ്റ്റും തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടുത്തത് മുട്ട ദോശയ്ക്കുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. ചെറിയൊരു വലിയുള്ളി എടുത്തിട്ട് അത് കട്ട് ചെയ്തതും, ഒരു പച്ചമുളകും, കുറച്ച് മല്ലിയിലയും, ഒരു മുട്ട, ഒരു 1/4 സ്പൂൺ ഉപ്പ്, 1 സ്പൂണ് പാല്, ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ല പ്ലഫി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ മുട്ടദോശ. അതിനാണ് ഇതുപോലെ ചേർത്തിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി അതുകൂടെ ചേർത്ത് നന്നായി മിക്സാക്കിയിട്ട് ഇതുപോലെ തന്നെ ദോശ ചുട്ട് ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ മുട്ടയുടെ ബാറ്ററിയില്ലേ അതുകൂടെ ഇതുപോലെ എല്ലാ വശത്തേക്കും ഒന്ന് പരത്തി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ആയിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇതുപോലെ സൈഡൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മുട്ട ദോശയും റെഡി ആയിട്ട് കിട്ടും. ഇതും നമുക്കിതൊന്ന്
ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇതാണ്ടോ നല്ല സോഫ്റ്റായിട്ട് നല്ല പുറം വശം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ട ദോശയും സെർവ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് മുട്ടയൊക്കെ. നമ്മൾ മറിച്ചൊന്നും ഇടുന്നില്ല കേട്ടോ. ഇത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ദോശ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ തന്നെ നന്നായി പരത്തിയിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ മസാലയില്ലേ അത് ഇതുപോലെ ഒരു 3-4 സ്പൂൺ വെച്ച് കൊടുത്തിട്ട് നന്നായി മുരിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി മസാല ദോശയും റെഡിയായി കിട്ടും കേട്ടോ. നന്നായി മുരിഞ്ഞ് വരണം കേട്ടോ. സിമ്മിൽ തന്നെ വെക്കണേ. ഇതാ ഞാനും ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തുറന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു മസാല ദോശയ്ക്ക് അടുത്ത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ദോശ. ഇതുപോലെ തന്നെ ദോശ തയ്യാറാക്കി എടുക്കുക. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നമ്മുടെ ഈ സ്പൈസ് ഇല്ലേ അരച്ച് വെച്ചത് അത് കൂടുന്നതിലേക്ക് ഇതുപോലെ എല്ലാ വശത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 1 സ്പൂൺ നെയ്യ് കൂടെ മേലെ തൂവി കൊടുത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് നന്നായി മൊരിച്ചെടുക്കുക കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ആ വറ്റൽമുളകൊക്കെ ചേർത്തുകൊണ്ട്. പക്ഷെ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം സ്പൈസിയാണ്. നല്ല പോലെ മൊരിച്ചെടുത്താൽ നമ്മുടെ സ്പൈസി ദോശയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ നല്ല ടേസ്റ്റാട്ടോ. അടിപൊളി മണമാണ് നെയ്യൊക്കെ ചേർന്നതുകൊണ്ട്. ഇനി അടുത്ത ദോശ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക. കുറച്ച് 1 സ്പൂണ് നെയ്യ് ഒഴിക്കുക. സിമ്മിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കുക. എല്ലാ വശവും നല്ലപോലെ മൊരിഞ്ഞ് വിട്ട് വരണം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു കത്രിക വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ വരെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് അമർത്തിയിട്ടൊന്ന് പെട്ടെന്ന് ചൂട്ടോട് കൂടി തന്നെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വിട്ട് പോരുവേ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോൺ ദോശയും തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ ദോശയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഒരു സാമ്പാറും ഒരു ചമ്മന്തിയും ഒരു ചട്നിയും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ദോശ കഴിക്കാൻ സൂപ്പറായിരിക്കും. അല്ലെങ്കിലും സൈഡ് ഡിഷൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നെയ്യും പിന്നെ മുട്ട ദോശയും നമ്മുടെ മസാല ദോശയും അതിനൊന്നും സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്പൈസി ദോശ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ അത്യാവശ്യം സ്പൈസി ആയിരുന്നു. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾ വെറൈറ്റി ദോശകൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ നെയ്യിലൊക്കെ തയ്യാറാക്കുന്നത് കൊണ്ട് നല്ലൊരു രുചിയും നല്ലൊരു മണം കേട്ടോ. ഇതാണ്ടോ ഒരു മാവ് വെച്ചിട്ട് നമ്മുടെ 6 തരം വെറൈറ്റി ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.